എന്തിനു നിനക്ക് ആ ഇഷ്ടം തോന്നുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ആ ഇഷ്ടം തോന്നിപ്പോയി. അയാൾ കമ്മിറ്റഡ് ആണെങ്കിൽ പിന്നെ എന്തിനാണ്? നിങ്ങൾ തമ്മിൽ പ്രേമമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. ജാസ്മിന്റെ ഉള്ളിൽ പ്രണയം ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങളുടെ കണ്ണിൽ ആ ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഈ 70 ക്യാമറയിൽ ഒരു ക്യാമറയിലെങ്കിലും പതിയും. അപ്പോൾ ഉറപ്പായും അറിയും. പിന്നെ ഞങ്ങൾ എന്തിനു നോണ പറയണം? ഫേക്കാണെന്ന് പറയുന്നവർക്ക് എനിക്ക് ഇത്രേ പറയുള്ളൂ. ഇത്രേ വന്നിട്ട് പോലും അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. വിട്ടുകൊടുക്കേയില്ല. ഉള്ളിൽ പ്രണയമുണ്ട്, കണ്ണിൽ പ്രണയം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നാക്കുകൊണ്ട് നമ്മൾ പറയില്ല. ഈ ശാരീരിക അടുപ്പം പറയുന്നതുകൊണ്ട് ചോദിച്ചേക്കാം, എന്താണ് ഈ അല്ലല്ല ശാരീരിക അടുപ്പം എന്ന് വെച്ചാൽ നിങ്ങളോട് അത് നിങ്ങൾ പറഞ്ഞതാണ്. അതാണ് ഞാൻ പറഞ്ഞതല്ല. എന്താണ് ഈ തോന്നിവാസം? വിറ്റ് തിന്നാവുന്നതിന്റെ മാക്സിമം എന്നെ വിറ്റ് തിന്നിട്ടുണ്ട്. ഇനി എന്തിനാ ഞാൻ അവർക്ക് എന്നെ തിന്നാൻ നിന്ന് കൊടുക്കണം? നിങ്ങൾ ഈ ബൈക്കിൽ പോകണ എന്തിനാ കാറിൽ പോക്കൂടെ? ജാസ്മിനോട് നേരിട്ട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. സീരിയസ്ലി പറയുകയാണെങ്കിൽ എന്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിന് സോറി ചോദിക്കുന്നുണ്ട്. ഇതിനപ്പുറം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവനിങ്ങനെ എന്താന്ന് വെച്ചാൽ കാണണോ ഇന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ഇതുണ്ട്. അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ ലോകത്ത് ആദ്യമായിട്ട് നഖം കടിച്ചിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ വാഷ്റൂമിൽ ചെരുപ്പില്ലാതെ കയറിയിട്ടുള്ള ഒരാളോ ഒന്നും അല്ല ഞാൻ. എൻ്റെ കയ്യിലും നോക്കാറുണ്ട്. പക്ഷേ ഏതോ ഒരു സിറ്റുവേഷനിൽ ഇന്നെ പറഞ്ഞ ഈ വ്യക്തി കണ്ടത് ഇവന്റെ കയ്യിൽ അതിന്റെ ഉമ്മ വെക്കുന്നതാണ്. അതുകൊണ്ട് പുള്ളി എണ്ണിച്ചെന്ന് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഈ എണ്ണിച്ച് വരുന്നതിനെ ഞാൻ അതിനകത്ത് തുണി അഴിക്കുന്നു അല്ലെങ്കിൽ അതവന് കാണിച്ചു കൊടുക്കുന്നു. ഒരു മര്യാദ ഇല്ലാന്നാണ് പറയുന്നത്. പക്ഷെ അത് ഓവർ സ്മാർട്ട്നെസ് ആയിപ്പോയി എന്നാണ്. എന്നെ കാണുമ്പോൾ ഇറിറ്റേഷൻ വരുന്ന ഒരാൾക്കാരുണ്ട്. ആ ഇറിറ്റേഷൻ ആയാലും കാണാൻ ആൾക്കാരത് കയറി കാണുന്നില്ലേ? ജാസ്മിന് വേണ്ടിയിട്ട് അവസാനം ലാലേട്ടം വന്ന് ചെരുപ്പ് വാങ്ങി തരേണ്ടി വന്നു. മനഃപൂർവ്വം തരാതിരുന്നതാണ്. ഈ വെള്ളം അലർജി എന്ന് പറയുമ്പോൾ പലരും കളിയാക്കും, ഈ വെള്ളം അലർജിയൊക്കെ കുളിക്കാൻ പറ്റത്തില്ലേ, കുടിക്കാൻ പറ്റത്തില്ലേ? ശരിക്കും എനിക്ക് വെള്ളം അലർജിയാണ്. ജാസ്മിൻ ജാഫറാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ജാസ്മിൻ. ഹായ് ചേട്ടാ. പ്രേക്ഷകരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഏറ്റവും കൂടുതൽ വെറുപ്പും നേടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ജാസ്മിനെ വിലയിരുത്തുന്നത്. പുറത്തേക്ക് വന്നു, ഹാങ് ഓവർ മാറിയോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ് മാനസികാവസ്ഥ? ഹാങ് ഓവർ മാറി വരുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ടോട്ടലി മാറിയെന്നും പറയാൻ പറ്റില്ല, അതിൽ സ്റ്റക്കാണെന്ന് പറയാൻ പറ്റില്ല. ഇരിക്കുന്നു. ഇടയ്ക്കെങ്കിലും മറ്റേ ശബ്ദം കേൾക്കാറുണ്ടോ ജാസ്മിൻ? ഇല്ല, പിന്നെ ആ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. ഇതുവരെ ഇന്റർവ്യൂ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും പറയുന്നു ചില ചോദ്യങ്ങൾ അവരൊക്കെ ചോദിക്കും, ആ ചോദ്യങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇന്റർവ്യൂ കൊടുക്കാത്തത്. അതിനുള്ള ധൈര്യം ജാസ്മിന് ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇന്റർവ്യൂ ഞാൻ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൻ ആയിട്ട് വന്ന ചാനലുകൾ, കുറച്ച് ചാനലുകളുണ്ട്. എനിക്ക് പേരുൾപ്പെടെ പറയുന്നതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ചാനലിലൂടെ അത് പറയുമ്പോൾ ചിലപ്പോൾ മേ ബി അത് വേറൊരു സീൻ ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ഞാൻ കണ്ട, സീരിയസ്ലി ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, ഞാൻ എല്ലാ ഇന്റർവ്യൂസും കാണാനില്ല. പക്ഷെ ഞാൻ ക്ലിപ്പ് ബൈറ്റ്സ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വരാൻ നേരത്ത് റസ്മിനായാലും ഗബ്ര ആണെങ്കിലും ഇപ്പം എൻ്റെ വീട്ടുകാരാണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇന്നതാണ് ഞാൻ മൂക്കിൽ എപ്പോഴും പിടിക്കുന്നത്. അപ്പൊ എന്താ അപ്പൊ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് അവര് ഇന്ന കാര്യങ്ങളാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ കുറച്ച് ക്ലിപ്പ് ബൈറ്റ്സ് കാണുകയും ചെയ്തിട്ടുണ്ട്. ഇവർ പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഇതിലൊക്കെ ഞാൻ കണ്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഏത് കണ്ടസ്റ്റന്റോ ആയിക്കോട്ടെ, ഫസ്റ്റ് ഇറങ്ങിയത് തൊട്ട് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ കണ്ടസ്റ്റൻസിന് വരെ അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നതിനെ കഴിയും അവർക്ക് ഊർജ്ജം ജാസ്മിനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യനകത്ത് തന്നെ കാണും. ഇപ്പൊ ഞാൻ കുറെ പേര് ഇപ്പം നമ്മൾ പുറത്തായാലും നമ്മളിപ്പം പിള്ളേരെയൊക്കെ നടന്നൊക്കെ നമ്മൾ ജാസ്മിന് ഇഷ്ടമല്ലല്ലേ, അല്ലെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ ആണല്ലേ, അല്ലെങ്കിൽ ഇതാണല്ലേ ജാസ്മിൻ എന്നുള്ള രീതിയിൽ ഇവരെന്താ പറയാ, ഓപ്പോസിറ്റ് നിന്നൊരു റിപ്ലൈക്ക് വേണ്ടി ഇവർ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നത് ആക്കി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനമുണ്ട്. അല്ലെങ്കിൽ ജാസ്മിനെ 10 പറഞ്ഞാൽ വ്യൂസ് കിട്ടും എന്നുള്ളൊരു സാധനം ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഞാനതിന് ഇന്റർവ്യൂ എടുക്കണം? അവരെന്നെ മാക്സിമം വിറ്റ് തിന്നാവുന്നതിൻ്റെ, ഇങ്ങനെയാണ് ഞാൻ പറയാൻ കേട്ടോ, വിറ്റ് തിന്നാവുന്നതിൻ്റെ മാക്സിമം എന്നെ വിറ്റ് തിന്നിട്ടുണ്ട്. ഇനി എന്തിനാ ഞാൻ അവർക്ക് എന്നെ തിന്നാൻ നിന്ന് കൊടുക്കണം? ഞാൻ ഇന്റർവ്യൂവേ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എന്നെ ചേട്ടനാണ് സൈനയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഇന്റർവ്യൂ തരുന്നത്. എനിക്കിപ്പോൾ ലാസ്റ്റ് ഒരു ലൈവ് എപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ 1-2 ചാനലിൽ കൊടുക്കും. ഞാൻ നോക്കുക, ഞാൻ ഏത് ചാനൽ എടുത്ത് നോക്കിയാലും ഈ സെയിമാ. ഇത്രയും മോശപ്പെട്ട് പറഞ്ഞിട്ടും ഇവർ പിന്നെ എന്നെ ഇന്റർവ്യൂവിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ ഏതൊക്കെയോ ചാനലിലൂടെ ഞാൻ ചോദിച്ചു, നാണോ ഉണ്ടോ എൻ്റെ അടുത്ത് ഇന്റർവ്യൂ ചോദിച്ചു തരാണ്. ഓപ്പണായിട്ടാണ് ഞാൻ ചോദിച്ചു കേട്ടോ. കാരണം ഇവർ ഇത്രയും വിറ്റ് നിന്നിട്ട് അവരെനിക്ക് അയക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ജാസ്മിനെ ഞങ്ങൾ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് കേൾക്കുമ്പോൾ ഒന്ന് ചിരി വരും, 2 ദേഷ്യം വരും. അഭിമുഖീകരിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ അവരുടെ മുമ്പിലിരുന്ന് അവരുടെ ക്വസ്റ്റ്യൻസ് ഇപ്പം ചേട്ടൻ തന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഇങ്ങനൊരു നെഗറ്റീവ് ഷെയ്ഡിൽ ഇങ്ങനെ ആണല്ലേ എന്ന് ചിത്രീകരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലാതെ അല്ലാതെ എന്ത് ചോദ്യം ചോദിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, അതിന് ഞാൻ റിപ്ലൈ തരാൻ ഞാൻ ബാധ്യസ്ഥയാണ്. എനിക്ക് പറയുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഷെയ്ഡ് അടുപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവിലോട്ട് കൊണ്ടെത്തിക്കുന്നവർക്ക് ഞാൻ എന്തിനു റിപ്ലൈ കൊടുക്കണം? അല്ലെ അവർക്ക് വിറ്റ് തിന്നാൻ ഞാൻ എന്തിനു നിന്ന് കൊടുക്കണം?
വേണ്ടെന്ന് തോന്നി നിന്നില്ല. ഈ മൂക്കിൽപ്പിടി ഒരു സമയത്ത് അത് വലിയ വിവാദം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു. ജാസ്മിൻ്റെ വൃത്തിയെക്കുറിച്ചുള്ള വർത്താനം ഇതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് ശരിക്കും ഈ ബിഗ് ബോസ് സീസണിലെ. എന്നാൽ ജാസ്മിനായിരുന്നു പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ. അവിടെ തന്നെ ജാസ്മിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒന്നെന്ന് പറയുന്നത് ചായയുടെ കേസിൽ ചായയിൽ തുമ്മിയിട്ട് ആ തുമ്മിയ സമയത്ത് പറയുന്ന ഡയലോഗാണ് ഒരുപക്ഷെ എന്നെ വേദനിപ്പിച്ചത്. കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും, ആരും കണ്ടില്ല എന്നും പറയുന്നുണ്ട്. അത് അവിടെ നിൽക്കുന്നവരും അത് കേൾക്കുന്നുണ്ട്. ജാസ്മിനെ വളരെ കാര്യമായിട്ട് നോക്കുന്ന ഒരവസരത്തിൽ എൻ്റെ മനസ്സിൽ കിട്ടിയ ഒരു കല്ലുകടി എന്ന് പറയുന്നത് അതായിരുന്നു. ശരിക്കും ജാസ്മിൻ അത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടെ. ഇപ്പോഴും ജാസ്മിൻ അത് വിശദീകരിക്കുന്നത് കേൾക്കാൻ ആണ് ഞാൻ ഇരിക്കുന്നത്. അത് ജാസ്മിനോട് നേരിട്ട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. സീരിയസ്ലി പറയുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്നോട് ചോദിക്കുമ്പോൾ എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നമ്മളെന്തായാലും മനഃപൂർവ്വം ഇല്ല അച്ചീന്നും പറഞ്ഞ് നമ്മൾ തുമ്മിയോ നമ്മളെ ചായക്കകത്ത് ഇടത്തില്ല. അറിയാതെ ഞാൻ തുമ്മിപ്പോയൊരു സാധനമാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഈ എന്തെങ്കിലും കൗണ്ടർ അടിച്ച് വിടുന്നൊരു സാധനമുണ്ട്. ഇതൊരിക്കലും ഞാൻ എന്നെ ന്യായീകരിക്കുന്ന ഒരു സാധനമല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിടുന്നത്. അപ്പം ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് എന്തോ പറഞ്ഞു വിട്ടതാണ്, ടേസ്റ്റ് കൂടട്ടെ എന്ന് ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് ചുമ്മാ പറഞ്ഞതാ. പിന്നെ ഞാൻ ശരിക്കും തുമ്മുന്നത് ചായക്ക് അകത്തോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിന്നപ്പം തുമ്മിപ്പോയതാ. എനിക്ക് അറിഞ്ഞൂടാ, ഞാനത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ തെറ്റ് തന്നെയാണ്. അത് ആഴ്ച ഒന്നിലങ്ങണ്ട് നടന്നൊരു സംഭവമാണ്. അത് ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഞാനത് എത്ര അക്സെപ്റ്റ് ചെയ്താൽ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിന് സോറി ചോദിക്കുന്നുണ്ട്. ഇതിനപ്പുറം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേസ്റ്റ് കൂടുമെന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അത് ഞാൻ പറയില്ല. അത് ഞാൻ എന്തോ നമ്മൾ ഈ ചുമ്മാ ഞാൻ എന്തെങ്കിലും കാണിക്കുമ്പോൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഒരു കൗണ്ടർ അടിച്ച് അങ്ങനെ വിടത്തില്ലേ. ഞാൻ ആ ഒരു സെൻസിൽ പറഞ്ഞ സാധനങ്ങളാണ്. എൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഒരു ടൈം ഗബ്രിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഞാൻ അതൊക്കെ പിന്നെ പുറത്തിറങ്ങിയിട്ടൊക്കെയാണ് കുറെ റീലായിട്ട് കണ്ടത്. അപ്പൊ അവനിങ്ങനെ എന്താന്ന് വെച്ചാൽ കാണണോ ഇന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നൊരിതുണ്ട്. അത് വളരെ മോശമായിട്ട് അത് പുറത്തുനിന്ന് അത് നമുക്ക് വേറെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ ചുമ്മാ ഈ തമാശയ്ക്ക് അല്ലെങ്കിൽ നമ്മളിപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പം റസ്മിൻ്റെ അടുത്തായാലും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചെന്തെങ്കിലും ഈ എടുത്തോ പിടിച്ചോ എന്നുള്ളൊരു മറുപടി പറച്ചിൽ എനിക്കുണ്ട്. അങ്ങനെ പറഞ്ഞു വിട്ടൊരു സാധനമാണ് അത്. പക്ഷേ പുറത്ത് ഇത്ര വിവാദമാവുന്നോ മനസ്സിൽ പോലും ഞാൻ ഒന്നും കരുതിയോ അല്ലെങ്കിൽ ചിന്തിച്ചോ പറഞ്ഞല്ല, ചുമ്മാ നമ്മൾ പറഞ്ഞു വിടൂലേ. എന്താ പറയണ നിങ്ങൾക്ക് കത്തറുണ്ടോ, അങ്ങനെ പറഞ്ഞു വിട്ടൊരു സാധനമാണ്. പക്ഷെ അതിന്റെ തെറ്റാണ്. നഖം കടിക്കുന്ന, അതായത് കാലിന്റെ നഖം കടിക്കാൻ ശ്രമിക്കുന്ന ഒരാള്, വാഷ്റൂമിൽ ചെരുപ്പിടാതെ പോകുന്ന ഒരാള്, ഇങ്ങനെയൊക്കെ വൃത്തിയെ സംബന്ധിച്ചുള്ള ഒരു പിക്ചറൈസേഷൻ ഉണ്ടായിരുന്നു. അത് ഈ ചായയും കൂടെ ചേർന്നപ്പോൾ ഉണ്ടല്ലോ എല്ലാം പൂർത്തിയായി എന്നുള്ള രീതിയിലായിരുന്നു ആ ക്യാരക്ടർ വന്നത്. അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത്. ശരിക്കും ഈ എന്തൊക്കെ സാഹചര്യത്തിൽ എങ്ങനെ സംഭവിച്ചു എന്നൊന്ന് പറയാവോ? ചേട്ടാ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ നമ്മളെ എങ്ങനെയാണോ പിക്ചർ ചെയ്യുന്നത് അതേ നമുക്ക് പുറത്ത് കിട്ടുള്ളൂ. ഇപ്പം ഈ ലോകത്ത് ആദ്യമായിട്ട് നഖം കടിച്ചിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ വാഷ്റൂമിൽ ചെരുപ്പില്ലാതെ കയറിയിട്ടുള്ള ഒരാളോ ഒന്നും അല്ല ഞാൻ. എത്രയോ പേരാണ് ഇപ്പം ഈവൻ ചേട്ടൻ പോലും ഏതെങ്കിലും ഒരു സമയത്ത് കയ്യിലോ കാലിലോ നഖോ എന്തെങ്കിലും ഒന്ന് കടിക്കാത്തതൊന്നും അല്ല. നമ്മളൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ അങ്ങനെ പിക്ചർ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ കാലിൻ്റെ നഖം കടിച്ചൊരു സീൻ ഞാൻ ഓൾറെഡി എടുത്തിട്ട് പറഞ്ഞതാണ്. എൻ്റെ കാല് ഭയങ്കരമായി പൊട്ടിക്കറിയത്. അതിനകത്ത് അവിടെ ഉള്ള ഒരു ഏകദേശ കണ്ടസ്റ്റൻസിന് മൊത്തം അറിയാം. ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കാലിൻ്റെ പാദം പൊട്ടിക്കറി വരുന്നുണ്ട്. നമുക്ക് അവിടെ നെയിൽ കട്ടർ കിട്ടുന്നത് ഒരാളിപ്പോൾ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും കൊണ്ടിടും. പിന്നെ അത് എവിടെയാണ് എന്താണെന്ന് തപ്പിപ്പിടിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ എനിക്ക് പെഡിക്യൂറിൻ്റെ ഒരു സാധനം വരെ തന്നിട്ടുണ്ടായിരുന്നു. അതും ഒരു കണ്ടസ്റ്റൻ്റ് എടുത്തുകൊണ്ട് പോയി കളഞ്ഞു. മീൻസ് അവർ വേറൊരു വഴിക്ക് ആ സാധനം പോയി. അപ്പോൾ എൻ്റെ ഒന്നുമില്ല. നമ്മളവിടെ ടാസ്ക് ചെയ്യുന്നതാണ്. എൻ്റെ നഖമല്ല ഞാൻ കടിക്കുന്നത്, എൻ്റെ കാലിൻ്റെ നഖത്തിൻ്റെ തൊലിയാണ് ഞാൻ കടിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ കാലിൻ്റെ നഖത്തിൻ്റെ തൊലി അഴന്നു പോകുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് വേദന എടുക്കും. അഴന്ന് പോയിട്ടുള്ളവർക്കറിയാം. അപ്പം എനിക്കൊരു മാർഗ്ഗമില്ല. ഞാൻ കൈയും കൊണ്ട് ആദ്യം പറിക്കാൻ നോക്കിയിട്ട് ഈ സാധനം വരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആ വേദന മാറണ്ടേ, അടുത്ത ടാസ്ക് ചെയ്യണ്ടേ. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഞാൻ കടിച്ചു. അത് തെറ്റാണെന്ന് പറയുന്നവർക്ക് തെറ്റാണെന്ന് പറയാം, എനിക്ക് വൃത്തിക്കുറവാണെന്ന് പറയുന്നവർക്ക് അങ്ങനെ പറയാം. എനിക്ക് അപ്പോഴത്തെ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വേദന മാറണം. എനിക്ക് അവിടെ കാരണം എൻ്റെ വേറെ സാധനങ്ങളില്ലേ, വേറെ എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്തത് മാറ്റണം. അപ്പോൾ എടുത്തോ പിടിച്ചോന്നും പറഞ്ഞാൽ എനിക്ക് പുറത്ത് പോയിട്ട് 10 രൂപയുടെ നെയിൽ കട്ടർ മേടിച്ചുകൊണ്ട് വരാനൊന്നും എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്തുള്ളതാണ്. എനിക്ക് ആ വേദന പറഞ്ഞാൽ ഞാൻ കടിച്ചു. അത് അങ്ങനെയാണ് സംഭവമെങ്കിൽ അങ്ങനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ചെരുപ്പ് വാങ്ങിപ്പിക്കേണ്ടി വന്നു. എനിക്ക് ചെരുപ്പില്ല. എനിക്ക് അവിടെ ഈവൻ എനിക്ക് ഡ്രസ്സ് പോലും അവിടുന്ന് എനിക്ക് ഏറ്റവും ലാസ്റ്റ് ആഫ്റ്റർ പാർട്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു മനഃപൂർവ്വം തരാതിരുന്നതാണ്. നമ്മളെ അവിടെ ഭയങ്കരമായിട്ട് ഇവർ
കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് ഒരു സാധനം നമുക്ക് തരും. അത് അവർക്ക് ആ ഷോയ്ക്ക് ആവശ്യമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അവരെന്ത് ചെയ്യാണ്, ഓരോ ദിവസവും നമുക്ക് പേയ്മെന്റ് തന്നിട്ട് നമ്മളവിടെ നിർത്തുന്നതാണ്. പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്തില്ലെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊന്നും ഒരു പരാതി പരിഭവമൊന്നുമില്ല. പക്ഷെ എന്നെ മാത്രമാണ് അവിടെ ആ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചത്. ഈ പറയുന്ന പല കണ്ടസ്റ്റൻസും ഈ ചപ്പാത്തി തുമ്മിയ കേസുണ്ട്, അല്ലാതെ എന്തുവാ മൂക്ക് തുടച്ച സാധനം കൊണ്ട് പാത്രം തുടയ്ക്കുന്നുണ്ട്, അതല്ലാതെ പല സാധനങ്ങളുണ്ട്. പക്ഷെ ഇവരിത് എന്ത് ചെയ്യുന്നില്ല, ഭയങ്കരമായിട്ട് പോർട്രേറ്റ് ചെയ്ത് എടുത്തു കാണിക്കുന്നില്ല. അത് അവരെന്നെ പിക്ചർ ചെയ്തത് മാത്രം അങ്ങനെ ആയിപ്പോയി. എനിക്കറിയില്ല, ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇപ്പൊ ഇപ്പം കാല് കടിച്ചാണെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് എനിക്ക് ചെരുപ്പിടാൻ പറ്റണില്ല. എനിക്ക് നടക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല അവിടെ. അത്രയും നമ്മുടെ ഈ വിണ്ട് കീറിയിട്ട് അതിനകത്ത് വിണ്ട് കീറി പഴുത്ത എങ്ങനെയായിരിക്കുന്നത്. ഞാൻ എത്ര വട്ടം അതിന് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ ഈ പെഡിക്യൂറിന്റെ സാധനം ചോദിച്ചിട്ട് അവരെനിക്ക് തന്നിട്ടില്ല. ലാസ്റ്റ് അവർ എന്നോട് പറഞ്ഞത് തരാൻ പറ്റില്ല. 2-3 വട്ടം ഞാൻ മെഡിക്കൽ റൂമിൽ പോയി പറഞ്ഞിട്ടും ഏറ്റവും ലാസ്റ്റ് അവർ എനിക്ക് തരുന്നത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഈ ഒരു ഇഷ്യൂ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ സാധനം തരുന്നത്. അവിടെ ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡ് അടിക്കുകയും ചെയ്യും. എൻ്റെ നിസ്സഹായാവസ്ഥ എനിക്ക് ആരോടും പറയാനും പറ്റില്ല. ജാസ്മിന് വേണ്ടിയിട്ട് അവസാനം ലാലേട്ടൻ വന്ന് ചെരുപ്പ് വാങ്ങി തരേണ്ടി വന്നു. അത് അവർക്കൊരു കോണ്ടന്റ് ആണ് എന്ന് പറഞ്ഞാൽ. അവർക്കപ്പം നോക്കുമ്പോൾ അവരിപ്പോൾ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഞാൻ മെഡിക്കൽ റൂമിൽ പോകുമ്പോൾ അവരെനിക്കൊരു പെഡിക്യൂർ കിറ്റോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ ഒരു കാലം വെച്ച് എനിക്ക് നടക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ എനിക്കൊരു ചെരുപ്പ് തന്നാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. അത് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തതാണ്. പക്ഷെ അവരെന്ത് ചെയ്തില്ല. ആ സമയം എനിക്കത് തരാഞ്ഞിട്ട് ലാലേട്ട വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് തരുമ്പോൾ ആ ഒരു വൃത്തി എന്നുള്ളത് ഒന്നുകൂടെ എന്താവും, എടുത്തു വെക്കും. അത് അവർക്ക് കണ്ടന്റാണ്. ഈ മൂക്കിന്റെ കേസിൽ മൂക്കിൽ എപ്പോഴും പിടിക്കുന്നതോ ഇല്ലെങ്കിൽ മൂക്കിൽ കൈയിടുന്നതോ ഒക്കെ ശീലമായിട്ട് വന്നതാണോ, അതെന്താണ്? അത് ഇപ്പൊ എന്റെ ശീലമാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. എനിക്ക് നല്ല അലർജി ഉള്ള ഒരാളാണ്. എന്നെ പേഴ്സണലി അറിയാവുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന. പക്ഷെ എനിക്ക് അതിനകത്ത് പോയിട്ട് അത്ര അലർജി ഇഷ്യൂസ് ഇല്ലായിരുന്നു എന്റെ ഭാഗ്യത്തിന്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പരലോകം കഴിഞ്ഞപ്പോ പോയേനെ. അതും കൂടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ 24 മണിക്കൂർ തുമ്മി നടക്കുന്ന ഒരാളാണ്. എനിക്ക് വെള്ളം അലർജി എന്ന് പറയുമ്പോൾ പലരും കളിയാക്കും, ഈ വെള്ളം അലർജിയൊക്കെ കുടിക്കാൻ പറ്റത്തില്ല. ശരിക്കും എനിക്ക് വെള്ളം അലർജിയാണ്. ഞാൻ എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കുക? എന്റെ പഴയ വ്ളോഗ് തൊട്ട് എടുത്ത് നോക്കിയാൽ കാണാം 24 മണിക്കൂർ ഞാൻ തുമ്മിക്കൊണ്ടിരിക്കുന്നത്. കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയാൽ ഞാൻ തുമ്മി എൻ്റെ ഉപ്പാടളവ്. എനിക്ക് അങ്ങനെ ഒരു സീനുണ്ട്. പൊടി എനിക്ക് പറ്റില്ല. അവിടെ എനിക്ക് അത്രയും പൊടിയില്ലായിരുന്നു. ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ ഭയങ്കര പൊല്യൂട്ടഡ് അല്ലല്ലോ, ഒരു വീട്ടിനകത്ത് നമ്മൾ അടച്ചിട്ടേക്കുമല്ലേ. അതുകൊണ്ട് എനിക്ക് അത്രയും സീൻ ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് ഇഷ്യൂസ് ഉണ്ട്. എപ്പോഴും തുമ്മി രാവിലെ ഉറക്കം എനിക്കുമ്പോൾ എപ്പോഴും തുമ്മി ഇരിക്കുന്ന ഒരു സാധനമുണ്ട്. മൂക്ക് ചീറ്റിയിരിക്കും. ഇപ്പം ഞാൻ മൂക്കിൽ ഇങ്ങനെ പിടിക്കുന്നതായാലും മൂക്കിനകത്ത് ഓൾറെഡി വെച്ചാൽ അതാ വളരുന്നത്. അപ്പം ഞാൻ പണ്ട് തൊട്ടേ എനിക്കുള്ള സാധനമാണ്. ഹോസ്പിറ്റലിൽ കാണിക്കാഞ്ഞിട്ടല്ല, ഇഷ്ടംപോലെ കാണിച്ചതാണ്. മാറാത്തൊരു സാധനമാണ്. നമുക്ക് വയ്യാത്തൊരു അവസ്ഥയെ ഇപ്പൊ ഒരാളുടെ കൈ വയ്യാത്തയോ കാല് വയ്യാത്ത ഒരവസ്ഥ നമ്മൾ കളിയാക്കിയല്ല എങ്ങനെ, അവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തെങ്ങനെ, അതുപോലെ എനിക്കും വയ്യാത്തൊരവസ്ഥയാണ്. അവസ്ഥയെ പറയുമ്പോൾ ഒന്നും പറയാനില്ല. ജാസ്മിൻ മൂക്ക് പിടിക്കുന്നതിനപ്പോ എനിക്കും ടെംപ്ടേഷൻ കൂടുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മൂക്കിലാക്കാൻ. അതുകൊട്ടെ ഈ കുളിയുടെ കേസ് പറയുന്നതും പുറത്തൊരു ഇതായിട്ട് വന്നു. ജാസ്മിൻ കുളിക്കില്ല എന്ന് പറയുന്ന ഒരു പിക്ചറൈസേഷനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ആൾക്കാരുടെ അടുത്തൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് ജാസ്മിൻ്റെ ഭാഗത്ത് നിന്നൊരു വൃത്തിക്കുറവ് ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ സഹ കണ്ടസ്റ്റന്റുകൾ അങ്ങനെ അടുത്തിടപഴകില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പിക്ചറൈസേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തിരിച്ചതിന് റിയാക്ട് ചെയ്യാതുകൊണ്ട് പറ്റിപ്പോയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരാളുടെ നമ്മുടെ അവിടെ തന്നെ കൂർക്കംവലി എന്ന് പറഞ്ഞൊരു സാധനം വരാൻ നേരത്ത് അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. എന്നെ ഇവർ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. തമാശ എന്നുള്ള രീതിയിൽ ഞാൻ അത് എടുക്കുകയും ചെയ്തു. ഇപ്പൊ അവരെന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു ദിവസം കൂടുമ്പോഴേ ഞാൻ കുളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ 1-2 കൂടുമ്പോഴേ ഞാൻ കുളിക്കത്തുള്ളൂ എന്ന് ഞാൻ എന്ത് ചെയ്തു, ഞാനും അത് തമാശ എന്നുള്ള സെൻസിൽ എടുക്കാൻ തുടങ്ങി. ഇവരും അത് തമാശ പറയുമ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തതിന് റിയാക്ട് ചെയ്യാതായപ്പോഴത്തേക്ക് ഇത് കയറി അങ്ങ് എന്ന് പറഞ്ഞാൽ അവരിത് പറയുന്നത് പുറത്ത് ഇത് ഇങ്ങനൊരു രീതിയിൽ ഇതാവാൻ തുടങ്ങി. എനിക്ക് വൃത്തിയുണ്ടോ വൃത്തിയില്ലേന്ന് ഞാനുമായിട്ട് ഇടപഴകുന്ന ആൾക്കാർക്കറിയാം. ഞാൻ പോയിട്ട് എനിക്ക് ഞാൻ എന്തൊക്കെയോ കുറച്ച് റീൽസൊക്കെ ഞാൻ കണ്ടു കേട്ടോ. എൻ്റെ അടുത്ത് വരുമ്പോൾ ഭയങ്കര താറ്റാണ് അങ്ങനെയാണെങ്കിൽ ആരും ഞാനുമായിട്ട് സഹകരിക്കില്ലല്ലോ അക്ക. ഇപ്പം നമ്മുടെ അടുത്ത് വന്നിരിക്കും കാണുമ്പോൾ പലതും നമുക്ക് വിഷമം വരും. ചിലതൊക്കെ നമ്മൾ തമാശയ്ക്കും എടുക്കും, ചിലതൊക്കെ നമുക്ക് നല്ല സങ്കടം വരും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അത് അങ്ങനെ ആയിപ്പോയി എന്ന് വിശ്വസിക്കുക. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിനകത്തുണ്ട് എനിക്ക് അലർജി ഈ ഒരു സീൻ ഉള്ളതുകൊണ്ട് എനിക്ക് വെള്ളം അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ഒക്കെ വരാൻ നേരത്ത് നമുക്ക് ഈ ടാസ്ക് ഒക്കെ വരുമല്ലോ, ഭയങ്കര ടാസ്ക് ഒക്കെ വരുമ്പോൾ ഈ വീർത്തിന് പിന്നെ നമുക്ക് വേറെ രക്ഷയില്ല. എൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് വേറെ പണിയൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് 1-2 കൂടുമ്പോൾ കുളിച്ചാലും ഞാൻ ആ റൂമിനകത്ത് നടക്കുന്നുള്ളൂ. പക്ഷേ ബിഗ് ബോസിൽ അങ്ങനല്ല. നമുക്ക് വലിയ ടാസ്കുകളിലോട്ട് നമ്മൾ പോകുമ്പോൾ ഡെയിലി നമുക്ക് കുളിക്കേണ്ട എന്നൊരു സാധനം വരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ അലർജി വരാനും തുടങ്ങി. അപ്പോൾ പിന്നെ അതിനകത്ത് ഞാൻ ടിഷ്യൂ എടുത്ത് മൂക്ക് ചീറ്റി ഞാൻ ആ ടിഷ്യൂ മാറ്റി വെച്ചിട്ട് ഞാൻ ഉള്ളി അരിയുന്നതിന് വരെ അതിന് വേറൊരു ആ ഒരു പിക്ചർ അങ്ങനെ പോയി തുടങ്ങി.
എന്താണെന്ന് പറയുമ്പോൾ നമുക്കിപ്പം അവരുടെ കുറ്റം നമുക്ക് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവരുടെ കുറ്റം പറഞ്ഞാൽ നമുക്ക് ഇത്ര വ്യൂസ് കിട്ടും, ലൈക്ക് കിട്ടും എന്ന് ഉറപ്പായ നമ്മളവരെങ്ങനെ പോർട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ നിർത്തില്ല. അത് അവർക്കൊരു സന്തോഷം, ആയിക്കോട്ടെ. ഈ പ്രധാനപ്പെട്ട ബിഗ് ബോസ് കണ്ടന്റുകളിൽ ഒന്നെന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി റിലേഷൻ ആയിരുന്നു. അത് അസ്വാഭാവികമായി രൂപപ്പെട്ടു എന്നാണ് പൊതു വിലയിരുത്തൽ. അതായത് ആദ്യ ദിവസം മുതൽ തന്നെ നിങ്ങൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള റിലേഷൻസ് അതിനകത്ത് ഉണ്ടാവാറുണ്ട്, പ്ലാൻഡ് ആയിട്ട് ഉണ്ടാവാറുണ്ട്, അല്ലാതെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനൊരു സമയം കൊടുത്തില്ല. വെരി സെക്കൻഡ് ഡേ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ലവേഴ്സിനെ പോലെ ആക്ട് ചെയ്തു തുടങ്ങി എന്നുള്ളിടത്താണ് പ്രേക്ഷകരുടെ പിന്തുണ കിട്ടാതെ പോയെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. യഥാർത്ഥത്തിൽ എന്താണ് ആ സമയത്ത് സംഭവിച്ചത്? ഇപ്പോൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ അങ്ങനെ കൂട്ടായത് അതൊരു സ്വാഭാവികമായൊരു കൂട്ടായിട്ട് പ്രേക്ഷകർക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തത്? ആക്ച്വലി ഞാനും ഗബ്രിയും അല്ല ശരിക്കും കൂട്ടായത്. ഞാൻ, രതീഷാക്ക, നോറ, ഗബ്രി ഇങ്ങനെ ആയിരുന്നു കൂട്ടായത്. അതിൽ നിന്ന് ഈ രതീഷാക്കായും നോറയും പോവാണ് ചെയ്തത്. പിന്നെ ഉണ്ടായിരുന്നത് ഞാനും ഗബ്രി ആയിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്നേഹം ഞങ്ങൾ തമ്മിൽ ബിൽഡായി തുടങ്ങിയത്. അപ്പം എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് അടുക്കുന്നൊരു സ്വഭാവമാണ്. പെട്ടെന്ന് ആൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് കംഫർട്ടാണെന്ന് തോന്നുന്ന ആൾക്കാരുടെ ഞാൻ പെട്ടെന്ന് അടുക്കും. ഈ സെയിം സാധനമാണ് ഞാൻ ഗബ്രിയിലും കണ്ടിട്ടുള്ളത്. ഗബ്രിയും പെട്ടെന്ന് ഒരാളുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന കണ്ടിട്ടുണ്ട്. എല്ലാവരുമായിട്ടെന്നല്ല, നമുക്ക് അത്രയും കംഫർട്ട് തോന്നുന്ന ഒരു വൈബ് തോന്നുന്ന ആൾക്കാരായിട്ട് ഇവനും പെട്ടെന്ന് അടുക്കും. അപ്പം നമുക്ക് പിന്നെ ഇത്ര പേരിൽ നമ്മൾ പെട്ടെന്ന് എങ്ങനെയോ കണക്റ്റായി. അത് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എങ്ങനെയോ കണക്റ്റ് ആയിപ്പോയി. പ്രത്യേകിച്ച് അതിനകത്ത് പ്ലാനിങ് ആണെന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് പറയുന്നവരുണ്ട്. ഫേക്ക് ആണെന്ന് പറയുന്നവർക്ക് എനിക്ക് ഇത്രേ പറയുള്ളൂ. ഇത്രേ വന്നിട്ട് പോലും അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, വിട്ടുകൊടുക്കേയില്ല. അതിനകത്ത് തന്നെ ഉണ്ട് ഞങ്ങൾ ഫേക്ക് അല്ല. ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ, അതൊരു ഫേക്ക് അല്ല. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള സാധനമാണെന്ന്. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സാധനമാണെങ്കിൽ വൈൽഡ് കാർഡ് ഉൾപ്പെടെ നമ്മളോട് വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ഈ സ്ട്രാറ്റജി ഇവിടെ വർക്ക് ആവണില്ല മക്കളെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി എടാ ഇത് സെറ്റ് ആവില്ല കേട്ടോ എന്നും പറഞ്ഞാൽ നമ്മൾ അല്ല. നമ്മൾ നോർമലി ഞങ്ങൾ തമ്മിൽ ഉണ്ടായൊരു ബോണ്ടാണ്. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക മിണ്ടാതിരിക്കാനോ, അല്ലെങ്കിൽ കാരണം എനിക്കൊരു പ്രശ്നം വരുന്നത് ഞാൻ ഇവരുടെ അടുത്ത് ഏതോ ഒരു സിറ്റുവേഷനിൽ മിണ്ടാതിരുന്നിട്ട് ജിൻഡോക്കാക്ക ഇങ്ങനെ എൻ്റെ ഈ ചെരുപ്പിൻ്റെ ഇഷ്യൂ ഒന്ന് സോഫയിൽ ഇരിക്കുന്നതും പറഞ്ഞ് ജിൻഡോക്കാക്ക ക്യാമറ വന്നിരുന്നിട്ട് നമ്മുടെ അവിടുത്തെ ടോയ്ലറ്റ് സീറ്റ് പൊട്ടുമായിരുന്നു. അപ്പം അതെങ്ങനെ പൊട്ടുന്നതെന്ന് നമുക്കറിയില്ല. ടോയ്ലറ്റ് സീറ്റ് ആ സീറ്റ് ഉണ്ടല്ലോ അത് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ക്യാമറയിൽ വന്നിട്ട് എൻ്റെ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കൂടെ ഇതും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും മണ്ടയിൽ ജാസ്മിൻ എഴുതിയിട്ട് അതിനകത്ത് ഒരു പാരഗ്രാഫ് എഴുതി വിടുന്നത് മൊത്തം ജാസ്മിനെ പറ്റി എന്നുള്ള സാധനങ്ങളാണല്ലോ. അതുപോലെ പുള്ളി ഇങ്ങനെ പറയാൻ നേരത്ത് വേറെ ആരും ഇവിടെ റിയാക്ട് ചെയ്തില്ല. എൻ്റെ അടുത്ത് മിണ്ടായിരുന്ന ഗബ്രിയാണ്. എന്നിട്ട് ഗബ്രി അവിടെ വന്നിട്ട് താൻ അങ്ങനെ പറഞ്ഞു എന്തിനാ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവൻ പറയും. കാരണം എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അവനെ നിൽക്കുന്നുള്ളൂ, അവനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല ഇപ്പം അവനൊരു കാര്യം വരുമ്പോൾ ഞാൻ വേണ്ട. അപ്പം പലരും ഇവിടെ പറയും ഇവർ ഇൻഡിവിജ്വൽ പ്ലെയർ അല്ല, അതല്ല മറ്റേതല്ല. ബാക്കിയുള്ളവർക്ക് ഒരു സാധനം വരുമ്പോൾ കുറച്ച് പേരെ ആശ്വസിപ്പിക്കാനും നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കവിടെ ആരുമില്ല. ഇപ്പം ഗബ്രി പോയതിന് ശേഷം അല്ലെങ്കിൽ റസ്മിൻ പോയതിന് ശേഷം ഇവിടെ ഞാൻ പല റീലിനകത്തൊക്കെ നമ്മളിങ്ങനെ അയ്യോ ആ കൊച്ചു ഒറ്റയ്ക്കായിരുന്നു, ആരും അതിനുണ്ടായിരുന്നില്ല. ഈ ഗബ്രി ഉണ്ടായിരുന്ന സമയത്ത് ഞാനും ഗബ്രി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഈ ഒറ്റപ്പെടലുണ്ട്. പക്ഷെ അന്ന് അവർ ഫോക്കസ് ചെയ്തത് അല്ലെങ്കിൽ ശ്രദ്ധിച്ചത് എന്നെയും ഗബ്രിയും മാത്രമായിപ്പോയി. അല്ല അത് പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കോംബോ അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ എതിർക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. അതായത് നിങ്ങൾ ആദ്യമേ തന്നെ സെറ്റായി ടീമായി. അപ്പോൾ ഈ ടീമിനെ പൊളിക്കാൻ വേണ്ടി മറ്റ് ടീമുകൾ പരുവപ്പെടുമായിരുന്നു. പിന്നെ എല്ലാവരും നിങ്ങളെ ശരിക്കും ആക്രമിച്ചു തുടങ്ങി. ഇത് നിങ്ങൾ ഡിഫെൻഡ് ചെയ്തു തുടങ്ങി. പിന്നെ ജാസ്മിൻ പറയുന്നതിനെ ഗബ്രി ഡിഫെൻഡ് ചെയ്യുക, ഗബ്രിക്ക് വേണ്ടിയിട്ട് ജാസ്മിൻ പോവുക. ഇതായിരുന്നു പിന്നീട് നടന്നിട്ടുള്ള കുറേ കാലം. ഇത് തന്നെയായിരുന്നു. ഇത് പൊളിക്കാൻ ബിഗ് ബോസ് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു അവസ്ഥ. പൊളിക്കാൻ ബിഗ് ബോസ് ശ്രമിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഇത് എന്താ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. ഇവർക്ക് എന്തെങ്കിലും പറയണം. ഇപ്പം ഞാനും അവനും തമ്മിൽ മിണ്ടി തുടങ്ങുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗബ്രിക്കെതിരെ അല്ല ആൾക്കാർ നിന്നിട്ടുള്ളത്, എനിക്കെതിരെയാണ് നിന്നിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റ് ഡിബേറ്റിൽ തുടങ്ങിയൊരു സാധനമാണ് അത്. മെയിനായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ മിണ്ടാതിരുന്ന പ്രശ്നമില്ല അക്ക. നമ്മളിപ്പോൾ ആരടുത്തും അങ്ങനെ ശബ്ദിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വന്നാൽ നമ്മൾ ഭയങ്കര ഒരു ന്യൂട്രൽ രീതിയിൽ നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ അവിടെ പോയി പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സോറി കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ആട്ടോ അങ്ങനെ ആട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ചാക്കിലിട്ട് നിന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എൻ്റെ ഒരു ക്യാരക്ടറിൽ ഞാൻ അങ്ങനല്ല. അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്കെതിരെ ആൾക്കാർ വരും, ഉറപ്പായും വരും. എന്താണ് ഈ കൊച്ചി ഇങ്ങനെ, ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നവർ കാണും. അപ്പം അങ്ങനെ ഒരു സാധനം വരുമ്പം നമുക്ക് ആരുമില്ല. അപ്പം ഇവനാണ് വന്നിരുന്നത് ഓക്കെ ഫൈൻ, നീ ഇങ്ങനെയാണെങ്കിൽ നീ ഇങ്ങനെ ആയിക്കോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു പയ്യനാണ്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് നിന്ന് സംസാരിച്ചാലും ഇല്ല, ഞാൻ ഇവൻ്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യാതിരുന്നാൽ അപ്പം പറയും കണ്ടോ അവർ നാടകം കളിച്ചു തുടങ്ങി.
ഒരു മിണ്ടുന്നില്ല. ഞാൻ ഇവരും കാര്യത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ പിണങ്ങിയാലും അവർ പറയും കണ്ടോ അവർ നാടകം കളിക്കുക. മിണ്ടിയ പറയും അത് കോംബോ. എന്ത് ചെയ്താലും ഒരു പ്രശ്നമായിരുന്നു. മിണ്ടിയാലും മിണ്ടിയിലേലും സംസാരിച്ചാലും സംസാരിച്ചില്ലേലും ഞങ്ങൾ സെപ്പറേറ്റ് ആയാലും ആയില്ലെങ്കിലും ഒക്കെ അതെന്തായി, അതൊരു പ്രശ്നമായി മാറി. കാരണം അവർക്ക് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും എന്താണ് വേണ്ടുന്നത്? ബിഗ് ബോസ് ഉൾപ്പെടെ ഈ പുറത്ത് കാണുന്ന പ്രേക്ഷകർക്ക് ഉൾപ്പെടെ ഇപ്പൊ ഇവർ നമ്മളെ വെറുക്കുന്നില്ലേ, ഈ വെറുക്കാൻ വേണ്ടി കാണുന്നവരുണ്ട്. നമുക്കിപ്പോൾ എന്നെ കാണുമ്പം ഇറിറ്റേഷൻ വരുന്ന ഒരാൾക്കാരുണ്ട്. ആ ഇറിറ്റേഷൻ ആയാലും കാണാൻ ആൾക്കാരത് കയറി കാണുന്നില്ലേ? അതല്ലേ അവർക്ക് അവിടെ വേണ്ടുന്നത്. നമുക്ക് സന്തോഷം മാത്രമല്ലല്ലോ. ഇപ്പം നമ്മളൊരു സിനിമ കണ്ടാലും നമ്മൾ എല്ലാ സമയത്തും സന്തോഷിക്കാൻ വേണ്ടി മാത്രം നമ്മൾ സിനിമ കാണില്ല. നമുക്കതിനകത്ത് സങ്കടം വേണം, നമുക്കതിനകത്ത് ദേഷ്യം വേണം, നമുക്കതിനകത്ത് അത്ഭുതം വേണം, എല്ലാ സാധനങ്ങളും വേണ്ടേ? ഒരു കംപ്ലീറ്റ് പാക്കേജ് നമുക്ക് വേണ്ടേ? ആ ഒരു ഇറിറ്റേഷൻ വേണം ഇവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഈ പുറത്ത് നിന്ന് വാപ്പ അതിനെ വിലയിരുത്തിയിരുന്നത്, നിങ്ങളുടെ ഈ കോംബോയെ വിലയിരുത്തിയിരുന്നത്, ആ കളിയിൽ അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ ശ്രമിച്ചു ജാസ്മിൻ, പക്ഷെ അത് ഓവർ സ്മാർട്ട്നെസ് ആയിപ്പോയി എന്നാണ്. അത് അങ്ങനെ പാടില്ലായിരുന്നു. ഓവർ സ്മാർട്ട്നെസ് വേണ്ട. ചിലപ്പോൾ ചില കോംബോസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അയാൾ അങ്ങനെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കാം. പക്ഷേ ഇത് ഞാൻ അംഗീകരിക്കുന്നതല്ല, തെറ്റാണ് എന്ന്. അത് വാപ്പ മാത്രമല്ല, ജാസ്മിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഞാനത് തിരുത്തിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ തെറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് ജാസ്മിൻ പറഞ്ഞ തെറ്റ്, വാപ്പ പറഞ്ഞ തെറ്റ്? അത്ത പറഞ്ഞ തെറ്റ്, അത്തയുടെ കണ്ണിൽ അത്തേൻ്റെ അടുത്ത് ഇറങ്ങാൻ നേരത്ത് അത്തേൻ്റെ അടുത്ത് ചോദിച്ചത് നീ അല്ലേ പറഞ്ഞ നീ അവിടെ പോകുമ്പോൾ കോംബോ ഒന്നും നോക്കത്തില്ല, നീ എന്തോ പിന്നെ ചെയ്തേ എന്ന് അത്തേൻ്റെ അടുത്ത് ചോദിച്ചൊരു സാധനമാണ്. ആക്ച്വലി ഇതൊരു കോംബോ അല്ല. നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിതിപ്പോൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അതൊരു വെള്ള പൂശുന്നതായിട്ടും അല്ലെങ്കിൽ എന്തോ ഈ കൊച്ചി പറയുന്നതെന്നുള്ളതേ ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ. നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമ്മുടെ കയ്യിൽ ഒരാൾ പിടിക്കുമ്പം നമുക്കത് വലിയ ആശ്വാസമാണ്, ഭയങ്കര ആശ്വാസമാണ്. പ്രത്യേകിച്ച് അതൊരു വീടേ അല്ല. ഞാൻ എല്ലായിടത്തും ഞാൻ പറയുന്നൊരു കാര്യമാണ്, അതൊരു വീടേ അല്ല, അതൊരു ഫാൻറ്റസി ലോകമാണ്. നമുക്ക് ശരി ഏത് തെറ്റേത്, നമ്മൾ ചെയ്യുന്ന ശരിയാണോ നമ്മൾ ചെയ്യുന്ന തെറ്റാണോ എന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചു പോകുന്ന, അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവാത്ത, നമ്മൾ അത്രയും കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ലോകമാണത്. അപ്പോൾ ആ ലോകത്ത് നമ്മുടെ എന്തിലും ഇപ്പം എൻ്റെ അത്രയും മോശം വരുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ അത്രയും നല്ലത് വരുമ്പോഴും നമ്മുടെ കൈ പിടിക്കാൻ ഒരാൾ, ജെനുവിനായിട്ട് ഒരാൾ ഇപ്പം നമ്മുടെ മുമ്പിൽ ഇരുന്ന് കൈ പിടിച്ചിട്ട് ഹായ് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വരുന്ന നമ്മളെ പറ്റി പരദൂഷണം പറയുന്നതല്ല, ശരിക്കും നമ്മുടെ കൈ പിടിച്ച് നമ്മൾ കാണുമെന്ന് പറയുന്ന ഒരാളെ നമുക്ക് അവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയറാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ വാപ്പായും ഉമ്മായും നമ്മുടെ കൈ പിടിച്ചിട്ട് മക്കളെ ഇപ്പം നമ്മുടെ വാപ്പായും ഉമ്മായും നിൽക്കുന്നവർക്ക് വേറെ ആരും നിൽക്കൂല. അതുപോലെ എനിക്ക് അവിടെ കിട്ടിയ ഒരാളാണ് ഗബ്രി. അപ്പം അതൊരിക്കലും അതൊരു കോംബോ അല്ല. പിന്നെ അങ്ങനെ നമുക്കിവിടെ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇപ്പം ഞാനായാലും പഴയ സീസൺ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുള്ള ഇവരുടെ രണ്ടുപേരെയും കോംബോ, ഈ കോംബോ ആ കോംബോ ഇങ്ങനെയല്ലേ നമ്മൾ പറയുള്ളൂ. പക്ഷെ നമുക്ക് അതിനകത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലാവുക. നമുക്കതിപ്പം ഒറ്റപ്പെട്ട അല്ലാതാണെങ്കിലും നമ്മൾ ഒരാളുമായിട്ട് ഒരു സ്നേഹമോ ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പോ ഉണ്ടാവുന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ഫേക്ക് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അതാണ് കേട്ടോ അത്. പിന്നെ എനിക്ക് പറ്റിപ്പോയ തെറ്റെന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് പറ്റിപ്പോയത് ഒരിക്കലും ഗബ്രി എന്ന് പറയുന്ന ഒരു തെറ്റല്ല. ഗബ്രി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു, ഗബ്രി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ നിന്നതോ ഞാൻ അവൻ്റെ കൂടെ നിന്നതോ എനിക്ക് ഒരു തെറ്റുമല്ല. ഇനിയിപ്പോൾ ഈ ലോകം മൊത്തം എനിക്കെതിരെ വന്ന് നിന്ന് എതിർത്ത് നിന്ന് പറഞ്ഞാലും ഞാൻ പറയും അത് എനിക്ക് തെറ്റല്ല. എനിക്ക് തെറ്റെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്ക് നമുക്കത് പറയാനും പറ്റത്തില്ല. ഇപ്പം നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്കടുത്ത് ഞാനിപ്പം ഇരുത്തി വേറൊരു കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറയുവാണ് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, എനിക്കിത് എന്താണെന്ന് അറിയില്ല, അവർ യൂസ് ചെയ്യും. അവർ നമ്മളെ ഈ സിറ്റുവേഷനിലാണെങ്കിൽ വേറൊരു സിറ്റുവേഷനിൽ നമ്മളത് പറഞ്ഞ് അവർ നമ്മളെ യൂസ് ചെയ്യും. നമുക്ക് ആരോടും പറയാൻ പറ്റില്ല, നമുക്ക് ആരോടും നമ്മളെ മനസ്സ് തുറക്കാൻ പറ്റില്ല. മനസ്സ് തുറന്നാലും ഒരു പക്ഷം പ്രേക്ഷകരും കാണും, പിന്നെ നമ്മളെ ഇത് കുറേ പേര് യൂസ് ചെയ്യുകയും ചെയ്യും, പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സ്റ്റേജിൽ ഞാൻ കുറേ സാധനങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്കപ്പോൾ ഇന്നതായിരിക്കാം അല്ലെങ്കിൽ ഇന്നതാണ് എനിക്ക് എന്ന് ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരുപാട് തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതൊരിക്കലും ഗബ്രിയുടെ കൂടെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഗബ്രിയോട് മിണ്ടുന്നതോ ഗബ്രിയോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവനുമായിട്ട് ഇനിയിപ്പം അവന് ഞാനിവിടെ മിണ്ടിയോണ്ടാണ് എനിക്ക് അത് പറ്റിയത് തെറ്റ്, അതൊന്നും എനിക്കൊരു തെറ്റല്ല. എൻ്റെ ചിന്തകളിൽ എനിക്ക് പറ്റിയ കുറച്ച് സാധനങ്ങളാണ് എനിക്ക് പറ്റിയ തെറ്റ്. അതാണ് ഞാൻ പറഞ്ഞ എൻ്റെ തെറ്റ്. ഗബ്രി പറയുന്നു എനിക്ക് സ്നേഹമാണ്, പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് പ്രണയത്തിലേക്ക് വിടാൻ പറ്റില്ല. അതേ അവസരത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് റസ്മിനുമായിട്ട് കൂടിച്ചേർന്നിട്ട് പോയിട്ട് ഗബ്രിയോട് സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ജാസ്മിൻ ചോദിക്കുന്നു, റസ്മിനും ചോദിക്കുന്നുണ്ട്, ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗബ്രിയുടെ വാക്കുകളിലൊക്കെ പിടിതരുന്നില്ല. ഇപ്പം ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ആദ്യം ശ്രമിച്ചത് ജാസ്മിനാണ്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വന്ന് ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുന്ന സമയത്താണ് അൻസിബ പറയുന്നത് ഇതിനകത്തൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടാവേണ്ട കാര്യമില്ല, അയാൾ കമ്മിറ്റഡ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാളുടെ കൺഫ്യൂഷൻ എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു പക്ഷേ ഈ ബിഗ് ബോസിലെ തന്നെ വലിയ ചോദ്യമായിരുന്നു. അൻസിബ ഈ ബിഗ് ബോസ് കാണുന്നവരുടെ പ്രതിനിധിയായിട്ട് ഉള്ളിൽ ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
എന്തുകൊണ്ടാണ് അവിടെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് ലാലേട്ടൻ വരെ ഇടപെട്ട് സംസാരിക്കേണ്ടി വന്നത്? അതും നിങ്ങളുടെ ഡിസ്കഷൻ തുടങ്ങുന്ന ഒരുപാട് മുമ്പ് തുടങ്ങുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടത്താൻ പറ്റാത്തതുകൊണ്ട് റസ്മിനെയും കൂട്ടി പോയിട്ട് ചോദിക്കുന്നുണ്ട് ഗബ്രിയോട്. അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? ആ എപ്പിസോഡിൽ അവിടം വരെ എത്തുമ്പോൾ, ലാലേട്ടൻ വരെ എത്തുന്നത് വരെയുള്ള ക്ലാരിറ്റി ഇല്ലായ്മ എന്തായിരുന്നു? അത് ആ ഒരു എപ്പിസോഡിൽ തീരുന്ന സാധനമല്ല. നിങ്ങൾ കണ്ട സാധനം ആ എപ്പിസോഡിൽ എപ്പിസോഡല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശരി, ഒരാഴ്ചയുടെ 2 ആഴ്ചയുടെ ഈ 2 ആഴ്ചകൾ തീരുന്ന ഒരു സാധനമല്ല. ഞങ്ങള് ഇപ്പം ഞാനും അവനും തമ്മിൽ ഇപ്പം ഞങ്ങൾക്ക് തന്നെ അതിനകത്ത് അവനാണെങ്കിലും എനിക്കാണെങ്കിലും ഭയങ്കര കൺഫ്യൂഷനാണ്. ഇത് എന്താണ് ഏതാണ്? ഇപ്പം നമ്മൾ തമ്മിൽ ഇപ്പം കുറേ പേര് അവിടെ ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ പ്രേമമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പം ഇവിടെ ഉള്ളൂ. ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്കിത് ചിന്തിക്കുമ്പോൾ എനിക്കാണെങ്കിലും ജാസ്മിന്റെ ഉള്ളിൽ പ്രണയം ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ എനിക്കാണെങ്കിലും അവനാണെങ്കിലും ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ ഗബ്രിയോട് കയറിയതിന്റെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പുറത്ത് എനിക്ക് ഇതേപോലെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇന്നതാണ്, എനിക്ക് ബാക്കിയുള്ളവരോട് പറയണ്ട. ഞാൻ ഗബ്രിയോട് നുണ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോടാണ് സത്യം പറഞ്ഞെങ്കിൽ ഈ പറയുന്നതിലൊരു തഴമ്പുണ്ട്. ഞാൻ പറയേണ്ടത് ആരോടാണ്? ഞാൻ ഗബ്രിയോടാണ് പറയേണ്ടത്. അവനോടാണ് എൻ്റെ സത്യങ്ങൾ ഞാൻ പറയേണ്ടത്. കാരണം എനിക്ക് അവനെ ഇവിടെ വിശ്വാസമുള്ളൂ, അത്രയും വിശ്വാസം റസ്മിനുണ്ട്. എന്നാലും എനിക്ക് ഗബ്രിയോടാണ് ഞാൻ കൂടുതലും സംസാരിക്കാറുള്ളത്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് എൻ്റെ കുറേ കാര്യങ്ങൾ ഇരുന്ന് പറയും, അല്ലെങ്കിൽ അത് ഈ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇതൊക്കെ കഴിയുമ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എനിക്ക് അറിയാൻ പാടില്ല, എനിക്ക് ഇവനോട് ഒരു ഇഷ്ടമുണ്ട്. ഞാൻ ആ ഇഷ്ടം പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ എനിക്കറിയില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അത് ആ ഒരു സമയത്ത് അത് എനിക്ക് ഇവനോട് ഇഷ്ടമാണ് എന്ന് എനിക്ക് ചിന്തിക്കാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെക്കാളും കൂടുതൽ കെയർ ചെയ്തുകൊണ്ടിരുന്ന ഇവനെയാണ്. എനിക്ക് ഇഷ്ടമുള്ളവർ എന്നെ പാമ്പർ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവർ ഞാൻ പാമ്പർ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. എന്ന് പറഞ്ഞാൽ ഇപ്പം അവർക്ക് ഫുഡ് അല്ലെങ്കിൽ ഞാൻ കഴിച്ചില്ലല്ലോ അവർ കഴിക്കണം, ഇല്ലെങ്കിൽ അവർ അത് നോക്കണം ഇത് നോക്കണം, ഈ ഒരു സാധനം അതെനിക്ക് അവിടെ ആകെ ഉണ്ടായിരുന്നത് ഇവനോട് മാത്രം. ഇപ്പം റസ്മിൻ്റെ കേസ് പറയുകയാണെങ്കിൽ റസ്മിൻ എന്നെയാണ് പാമ്പർ ചെയ്തുകൊണ്ടിരുന്നത്. അവൾ എനിക്ക് ഫുഡ് തരുന്നു, അല്ലെങ്കിൽ അവൾ എനിക്ക് പനിയായി കിടക്കാൻ നേരത്ത് വെളുപ്പാങ്കാലത്ത് ഇവളെ ഞാൻ വിളിച്ച് ഇവളെന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇവൻ്റെ കേസിൽ ഞാൻ ഇവനെ പാമ്പർ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ് ചെയ്ത് തുടങ്ങി. അയ്യോ എനിക്കെന്തിനാണ് ഇവൻ്റെ അടുത്ത് ഇങ്ങനെ, എനിക്കിത് വരേണ്ട കാര്യമില്ലല്ലോ. അതെനിക്ക് ആ വീട്ടിൽ ആ സാഹചര്യത്തിൽ എനിക്ക് ഇവനോട് തോന്നിപ്പോയൊരു ഇഷ്ടമാണ്. എനിക്കറിയില്ല എന്തിന് നിനക്ക് ആ ഇഷ്ടം തോന്നുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ആ ഇഷ്ടം തോന്നിപ്പോയി, മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്കൊരു ഇഷ്ടം തോന്നിപ്പോയി. അപ്പം ആ ഇഷ്ടം പ്രേമമാവരുത് എന്നുള്ള രീതിയിൽ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ എന്തുകൊണ്ടത് പിടിച്ചു വെക്കുന്നു? ഞാൻ പുറത്ത് എനിക്ക് ഇങ്ങനൊരു ഇതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ പിടിച്ചു വെക്കുന്നത്. എന്നാൽ പിടിച്ചു വെക്കാതെ എനിക്കങ്ങ് പ്രേമിച്ചുകൂടെ? പറ്റില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരെയും കാസ്റ്റ് വേറെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഫാമിലിപരമായി വേറെ കുറേ മീൻസ് റിലീജിയൻ വേറെയാണ്, ഫാമിലിപരമായി ഞങ്ങൾക്ക് കുറേ ഇഷ്യൂസ് ആണ്. ഞങ്ങൾക്ക് ഒരിക്കലും കല്യാണം എന്നുള്ളൊരു സാധനം ഞങ്ങൾക്ക് നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഞാൻ പറയുകയാണ് അത് നടക്കും അല്ലെങ്കിൽ അതാവും ഇതാവും എന്ന് പറഞ്ഞ് ഞാനൊരു കള്ളം പറയുന്നതിലും വൃത്തിയല്ലേ, ഞാൻ കറക്റ്റ് സത്യം പറയുന്നത് നടക്കില്ല അല്ലെങ്കിൽ ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം പോവാതിരിക്കാൻ നമ്മൾ നോക്കുകയാണെന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ സത്യമാണ്. അത് ചിലപ്പം പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾക്ക് കേൾക്കുമ്പോൾ അവർക്ക് ദഹിച്ചു എന്ന് വരില്ല, അവർക്ക് മനസ്സിലായി എന്ന് വരില്ല, ബട്ട് അതൊരു സത്യമാണ്. കള്ളം പറയുമ്പോൾ ഒരു പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാവുകയും ദഹിക്കുകയും ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ് ദഹിക്കാതിരിക്കുന്ന അവരതായ അത് മതി എന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യം. പക്ഷേ ഈ ക്ലാരിറ്റി കുറവ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ പല ദിവസവും കരഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അതായത് അത് ഭയങ്കര സങ്കടം വന്ന് കരഞ്ഞിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അപ്പം ചില സമയങ്ങളിൽ ജാസ്മിൻ കരയുന്ന കാണുമ്പോൾ നമുക്കും ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. കാരണം ജാസ്മിൻ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ കൺഫ്യൂഷൻ തീർക്കുക എന്നുള്ളത് ശ്രമിക്കുന്ന സമയത്തും കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രി. ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതെന്ത് ക്ലാരിറ്റിയാണ് തേടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. എന്തോ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജാസ്മിൻ അത് കൃത്യമായി പറയുന്നില്ല. ഇതാണ് ലാലേട്ടൻ ഇടപെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. ജാസ്മിൻ വീക്ക് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ലാലേട്ടൻ ഇടപെട്ടിട്ട് ഇതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പൊതു ചർച്ച വിളിക്കുന്നു. സത്യത്തിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട ഒരു കാര്യത്തെ ഒരു പൊതു ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഇത് കൃത്യമായിട്ട് ജാസ്മിനെ ഒരു ഹെൽപ്പാവുമെന്നാണ് ഞാൻ കരുതിയത് ആ ഡിസ്കഷനിൽ. അവിടെ ശരിക്കും ബാക്കി എല്ലാവരും ഇതിനകത്തേക്ക് ഇടപെട്ട് അഭിപ്രായം പറയുന്നുണ്ടല്ലോ. ഈ അഭിപ്രായം പറഞ്ഞതിന് ശേഷം ശരിക്കും ക്ലാരിറ്റി വന്നോ ജാസ്മിൻ? ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് എൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം. അത് നമ്മുടെ പറയുന്നത് തന്നെ അവിടുത്തെ സൈക്കോളജിസ്റ്റാണ്. അതൊന്നും പുറത്ത് കാണുന്നില്ല. അല്ല, അത് ഗബ്രി പറയുന്നുണ്ട്. കാരണം നമുക്ക് അവിടുന്ന് എനിക്കാണെങ്കിൽ ഞാൻ മെന്റലി എന്ന് പറഞ്ഞാൽ ഈ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം നമ്മളെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നല്ലോ. ആ ഒരു സമയത്ത് പിന്നെ എൻ്റെ സായി വന്നിട്ട് എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറയുന്ന സമയത്തും ഈ പറയുന്ന ഇന്ന വ്യക്തിയുടെ ഇത്ര വോയിസ് പുറത്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഇൻ്റർവ്യൂ അത് അങ്ങനായി ഇങ്ങനായി എന്നൊക്കെ പറയുമ്പോൾ
നമ്മുടെ അകത്ത് നിൽക്കുന്ന നമുക്കൊരു ഓപ്ഷൻ ഇല്ല ബ്രോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പിടിച്ചിട്ട് എന്തൊരെന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇവർ തരുന്ന ഇവരിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു ക്യാമറയുടെ മുമ്പിൽ പോയി പറയാണ് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ല. ഇവർ പുറത്ത് വിടണ്ടേ? നമുക്ക് അവിടെ നിന്ന് നമ്മുടെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ ഐഡിയ ആണ് ക്യാമറയുടെ മുമ്പിൽ പോയിരുന്ന് നമുക്ക് നമ്മുടെ അവസ്ഥകൾ പറയാൻ പറ്റും, ഇല്ലെങ്കിൽ ഇന്നതാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് പുറത്ത് വിടണോ വിടണ്ടേന്ന് ആരാ തീരുമാനിക്കുന്നത്? ഈ ക്രൂ ആണ് തീരുമാനിക്കുന്നത്. അവർ വിടില്ലെങ്കിൽ ഇവർ കാണില്ല, ഇവർ വിടുന്നതല്ലേ കാണുള്ളൂ. അപ്പം എന്താ ക്ലാരിറ്റി. ഇപ്പൊ ഈ ക്ലാരിറ്റിയുടെ ഈ കേസിൽ എനിക്ക് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഈ വീട്ടുകാരുടെ ഈ ഒരു സാധനം അല്ലെങ്കിൽ ഇന്നത് പിന്നെ ഈ ഇത്രയും പേര് നമ്മൾ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നത്, എന്നെ ഗബ്രിയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അന്ന് തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരാളും ഞാനാണ്. അപ്പം എനിക്കും പറ്റുന്നില്ല. ഇവനൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ സൈലൻസിലോട്ട് പോകും. പിന്നെ ഇവനൊരു അക്ഷരം ഓർന്ന് വിടത്തില്ല. എനിക്കാണെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിച്ച് ഞാൻ കിടന്ന് കരയും. അങ്ങനെയാണ് ഇവർ സൈക്കോളജിസ്റ്റിനെ വിളിക്കുന്നത്, നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണുന്നത്. അപ്പം ഞാൻ എൻ്റെ പ്രശ്നം ഞാൻ ഇവരുടെ അടുത്തും പറഞ്ഞു, എനിക്കറിയില്ല ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ ഗബ്രി എന്നുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ടാണ്, ഞാൻ ഇവനിൽ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്, എനിക്കൊരു ഇതില്ല എന്ന് ക്ലാരിറ്റി ഇല്ല എന്നുള്ള രീതി പറയുമ്പോഴും അവരെന്നോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ആൾക്കാർക്ക് ക്ലാരിറ്റി കൊടുക്കുന്നത്? നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് നിങ്ങൾ എന്തിനാണ് ക്ലാരിറ്റി കൊടുക്കുന്നത്, നിങ്ങൾ അതിനെ സ്കിപ്പ് ചെയ്ത് കളയാൻ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരോട് ചോദിച്ചാലും ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ഇവർ ഇങ്ങനൊരു സാധനം കൊണ്ടിടുന്നത്. ഈ സൈക്കോളജിസ്റ്റിനെ വിളിക്കുന്നതും ഇതൊക്കെ സംസാരിക്കുന്നതും ഇവരൊക്കെ തന്നെയാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ഈ സാധനം കൊണ്ടിടുന്നതും ഇവരൊക്കെ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ആ വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ച ചെയ്തതിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച ഒന്നെന്ന് പറയുന്നത് ജാസ്മിൻ്റെ കൈ പിടിച്ചിട്ട് ഗബ്രി ഉമ്മ വയ്ക്കുന്നത് ഗബ്രിയുടെ കയ്യിൽ തന്നെ ആയിരിക്കാം, ക്യാമറയിൽ കാണുന്നത് പക്ഷെ ജാസ്മിൻ്റെ കയ്യിൽ ഉമ്മ വെച്ചതായിട്ടാണ്. അപ്പം ഇത് ഗബ്രി ചെയ്ത ഒരു ആക്ടിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു വിഷ്വൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ആക്ടിങ് ഒരു പക്ഷേ എന്തിനായിരുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അയാളത് എന്തിനാണ് അങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഇത് പറഞ്ഞ വ്യക്തിയില്ലേ, ആ വ്യക്തി എന്തിനാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അവൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉമ്മ തരും, ഇങ്ങനെ എൻ്റെ കയ്യിൽ ഉമ്മ വെക്കാറുണ്ട്, അവൻ്റെ കയ്യിൽ ഉമ്മ വെക്കാറുണ്ട്. കൈ പിടിച്ചിട്ട് ഇപ്പം ഞങ്ങൾ കൈ പിടിച്ചിട്ട് വിടി ജാസ്മിൻ വിടെന്നൊക്കെ ഇപ്പം പറഞ്ഞ് വിടി ജാസ്മിൻ വിടൊക്കെ തമാശയ്ക്ക് കാണിക്കുന്ന സാധനമാണ്. ഇപ്പം ഈ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഉമ്മ വെക്കുന്നതാണെങ്കിലും അത് എൻ്റെ കയ്യിലും ഉമ്മ വെക്കാറുണ്ട്, എൻ്റെ കയ്യിലും വെക്കാറുണ്ട്. പക്ഷേ ഏതോ ഒരു സിറ്റുവേഷനിൽ ഇന്നെ പറഞ്ഞ ഈ വ്യക്തി കണ്ടത് ഇവന്റെ കയ്യിൽ അതിന്റെ ഉമ്മ വെക്കുന്നതാണ്. അതുകൊണ്ട് പുള്ളി എണ്ണിച്ചെന്ന് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഗബ്രി എന്നെ കൺഫ്യൂസ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ ഗബ്രി അത് പറയുന്നില്ല ഇത് പറയുന്നില്ല. ഞാനും ഒന്നും വിട്ട് പറയുന്നുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റണുണ്ടായിരുന്നില്ല. നമ്മൾ കൺഫ്യൂസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഒറ്റ അർത്ഥം കൺഫ്യൂസ് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ക്ലിയർ ആയിട്ടൊരു പിക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ നമ്മുടെ ക്ലിയർ പിക്ചർ ഇതാണെന്ന്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് എന്താണ് ഏതാണ് അവിടെ നടക്കുന്ന സിറ്റുവേഷൻ എന്താണ്, ഇതിനകത്ത് ഞങ്ങൾക്ക് എന്ത് സൊല്യൂഷൻ ചെയ്യണം, എന്ത് ചെയ്താൽ എന്താവും ഒരു ഐഡിയ ഇല്ല. ഒന്ന് മാത്രം ഞങ്ങൾക്ക് അറിയാം, ഇപ്പം ഞാൻ അവനുമായിട്ട് മിണ്ടാതിരുന്നാൽ ഞാൻ കുറച്ചും കൂടെ വീക്കാവും. കാരണം അത്രയും കൂടെ നമ്മളെ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആരും ഇല്ലാതാവും. മെന്റലി നമ്മൾ തകർന്നടിഞ്ഞു, ഓട്ടോമാറ്റിക്കലി ഞാൻ തകർന്നടിഞ്ഞ് നിൽക്കുകയും കൂടെ ആയിരുന്നു. അപ്പം ഈ സെയിം തന്നെ അവന്. ഇത് മാത്രം നമുക്കറിയാം, നമുക്ക് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊരു മെന്റൽ സപ്പോർട്ട് വേണം. എന്നാൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ്, ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും കുറേ പേര് ഇവിടെ പറഞ്ഞുണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ ലസ്റ്റാണ്, അതാണ് ഇതാണ് മറ്റതാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് തോന്നേണ്ടതെന്ന് പറയുമ്പോൾ ഈ കൈ പിടിക്കുന്നതോ ഈ പറയുന്ന കണക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഹഗ് ചെയ്യുന്നതൊന്നുമല്ല. ഇതൊക്കെ നോർമലി ഞാനിവിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ഈ ചൊറിഞ്ഞ് കടിച്ചടിച്ചിരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് ഈ സ്നേഹം കൂടുമ്പോൾ ഞാൻ പിടിച്ച് കടിക്കുകയൊക്കെ ചെയ്യും. ഈ പറയുന്ന കാര്യം ഞാൻ റസ്മിൻ്റെ അടുത്തും ചെയ്യാറുണ്ട്. ഈ പറയുന്ന സാധനം ഞാൻ റസ്മിൻ്റെ അടുത്ത് എനിക്കൊന്ന് ശ്രീധുവിൻ്റെ അടുത്ത് ഒന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ബേസിക് നേച്ചറിലുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഉമ്മാരത്ത് ചെയ്യാറുണ്ട്, എൻ്റെ അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെയ്യാറുണ്ട്. പക്ഷേ ഇവർ പ്രൊജക്റ്റ് ചെയ്ത സാധനത്തിനകത്ത് ഗബ്രി മാത്രമേ ഉള്ളൂ. ഗബ്രിയുടെ ഒരു സാധനം മാത്രമായിട്ടാണ് ഇവർ കാണിക്കുന്നത്. ഇതൊക്കെ എൻ്റെ ഒരു നേച്ചറിനകത്തുള്ളതാണ്. ഇതൊന്നും ഒരു ലസ്റ്റോ സാധനങ്ങളൊന്നുമല്ല. ഒരാളുടെ ക്യാരക്ടറിൽ ഇപ്പം ഞാൻ ഈ കാലാട്ടുന്ന സ്വഭാവം ഇതൊക്കെ എൻ്റെ ക്യാരക്ടറിലുള്ളതാണ്. അവർ കാണിച്ചതിനകത്ത് പാതി മുക്കാലും പച്ചയായ എന്നെയാണ്. ഞാൻ അങ്ങനെയാണ്. അതിനകത്ത് ഇപ്പോൾ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ തമ്മിൽ ആ ഒരു ഇഷ്ടമുണ്ടെന്ന് പറയുന്നതും ഈ കൈ പിടിക്കുന്നതോ കാലി പിടിക്കുന്നതൊന്നുമല്ല. ഞങ്ങളുടെ നോട്ടത്തിലൊരു ഇഷ്ടമുണ്ട്. ഇപ്പം ഞങ്ങൾ നോക്കുന്നില്ല, അതാണ് ആൾക്കാർ പുറത്ത് കാണുമല്ലോ. ഇപ്പം എന്നോട് ലാലേട്ടൻ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, മോളെ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പല്ല. അപ്പം എനിക്ക് കൂളായിട്ട് പറയാം, അതേ ലാലേട്ടാ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ പ്രശ്നം അവിടെ തീരുമോ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ പ്രശ്നം അവിടെ തീരുമോ? ഇല്ല. ഈ 70 ക്യാമറ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക, അതിനകത്ത് ഈ കൈ പിടിക്കുന്ന ഒന്നുമല്ല ഞങ്ങളുടെ മാറ്റർ. ഞങ്ങളുടെ കണ്ണിൽ ആ ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഈ 70 ക്യാമറയിൽ ഒരു ക്യാമറയിലെങ്കിലും പതിയും. അപ്പോൾ ഉറപ്പായും അറിയും. പിന്നെ ഞങ്ങൾ എന്തിനു നുണ പറയണം? ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണോ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് സത്യമാണ്.
അതിൻ്റെ ഇടയിൽ നിങ്ങളത് ക്ലാരിറ്റി വരുത്തി സംസാരിക്കുന്ന സമയത്ത് റസ്മിനും ജാസ്മിനും ഗബ്രിയും കൂടി ഇരിക്കുന്ന ഒരു സമയത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ കണ്ണിലാണ് പ്രണയം, ഞങ്ങൾ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ശാരീരികമായിട്ടുള്ള അടുപ്പത്തിലോ ഇല്ലെങ്കിൽ തൊടലിലോ അതിലൊന്നും അല്ല പ്രണയമുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണിൽ പ്രണയം ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ കണ്ണിൽ പ്രണയം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നാക്കുകൊണ്ട് സമ്മതിക്കില്ലായിരുന്നു. അതായിരുന്നു അവസ്ഥ. അങ്ങനെയല്ലേ നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഉള്ളിൽ പ്രണയമുണ്ട്, കണ്ണിൽ പ്രണയം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നാക്കുകൊണ്ട് നമ്മൾ പറയില്ല. ഈ ശാരീരിക അടുപ്പം എന്ന് പറയുന്നതുകൊണ്ട് ചോദിക്കാം, എന്താണ് ഈ അല്ലല്ല, ശാരീരിക അടുപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ അത് നിങ്ങൾ പറഞ്ഞതാണ്. അതാണ് ഞാൻ പറഞ്ഞതല്ല. പുറത്തുനിന്നായാലും ഇപ്പം പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കാണുന്നതാണ്, ഇവർ തമ്മിലുള്ള ഫിസിക്കൽ അടുപ്പം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഈ എന്താണ് ഈ തോന്നിവാസം എനിക്കറിയാൻ പാടില്ല. ഈ ലോകത്ത് ഇപ്പം ഏതൊരു മനുഷ്യനാണെങ്കിലും ഇപ്പം ഒരാണെന്നുള്ള രീതിയിൽ ഒരു ഫ്രണ്ടായിട്ടുള്ള ആണിന് പെണ്ണും പെണ്ണിന് ആണുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ സീസൺ 5 വരെ നമ്മൾ ഇത് കണ്ടു വന്നിട്ടുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒന്ന് കൈ പിടിക്കുന്നതാണെങ്കിലും ഒന്ന് തോളിൽ തൊടുന്നതാണെങ്കിലും ഒന്ന് തലയിൽ പിടിക്കുന്നതാണെങ്കിലും വലിയ പ്രശ്നമായിട്ട് പറയുന്നത്. ഞാൻ ചോദിക്കുകയാണ്, ബാക്കിയുള്ള ബിഗ് ബോസ് കാണാത്ത ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു കോൺട്രവേഴ്സി ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സീസൺ 5 ഞാൻ ഈ ഒരു കോൺട്രവേഴ്സി കണ്ടിട്ടുണ്ട്. തലയിൽ എന്തോ തൊട്ടെന്നോ മടിയിൽ എന്തോ തല വെച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺട്രവേഴ്സി ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. ഈ കോൺട്രവേഴ്സി അറിഞ്ഞ് എന്നിട്ട് ഞാൻ അതിനകത്ത് പോയിട്ട് ഞാൻ കൈ പിടിക്കും. ഞാൻ അതിനകത്ത് എനിക്കൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അയ്യോ അത് ചെയ്താൽ പാപോലെ ഇത്. ഞാൻ ചോദിക്കുകയാണ്, ഇത് ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം പറയുന്നത്. ബിഗ് ബോസ് എന്നുള്ള വീടുള്ളതുകൊണ്ടാണ് ഒരാണ് പെണ്ണിനെ തൊട്ടാൽ അങ്ങ് എന്തോ മഹാപാപം എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, പുറത്ത് ഈ ആണ് പെണ്ണ് ഫ്രണ്ട്ഷിപ്പിൽ ഇവരാരും കൈ പിടിക്കില്ലേ? ആരെ ഹഗ് ചെയ്യില്ലേ? അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങളത് ഹഗ് ചെയ്ത് ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ ഒരു ഉമ്മ വെക്കുകയോ ചെയ്യാത്ത ആൾക്കാരാണോ? ആണോ? എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും അല്ല. ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് ഇഷ്ടം പോലെ ആമ്പിള്ളേർ ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ് ഞാൻ. ആ ആമ്പിള്ളേർത്തും ഇതുപോലെയാണ്. ഇപ്പം എനിക്കറിയാവുന്ന കുറേ പെൺപിള്ളേരുണ്ട്. ഈ ബിഗ് ബോസ് ഹൗസിന്റെ വീടിനകത്തുള്ള കുറേ പെൺകുട്ടികളുണ്ടായിരുന്നല്ലോ. ഇവർ പുറത്താരും ആമ്പിള്ളേരടുത്ത് മിണ്ടയോ അല്ലെങ്കിൽ കൈ പിടിക്കുകയോ ഹഗ് ചെയ്യുകയോ സംസാരിക്കാതിരിക്കുന്ന ആൾക്കാരാണോ? ഇതിനപ്പുറം മോശമായിട്ട് ഞങ്ങൾ മോശം എന്ന് പറയുന്നതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. ഞങ്ങൾ വേറെ എന്ത് ചെയ്തിട്ടുണ്ട്? വേറെ എന്തെങ്കിലും ഇന്നത് ഒരു സാധനം ഞാൻ കണ്ടതാണ്. ഞാൻ ഡ്രസ്സിങ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഭയങ്കര മോശമായിട്ടാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. അത്രയും വൃത്തിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എനിക്കറിയില്ല അത് എപ്പിസോഡിൽ വന്ന സാധനമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ തിരക്കാൻ നിന്നിട്ടില്ല. ഇതിനു മുൻപ് ഞാൻ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞാൻ ആ ഡ്രസ്സിംഗ് റൂമിൽ കയറി പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറെങ്കിലും ആയി കാണും. എന്തിനാണ് ഡ്രസ്സിംഗ് റൂമിൽ പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പോയതാ. പട്ടി കുരയ്ക്കും എന്നുള്ള സീനുള്ളതുകൊണ്ട് നമുക്ക് പബ്ലിക്കായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ പോയിട്ട് അവിടെ ഒരു കസേരയുണ്ട്. ആ കസേര ഞാൻ കൈ വെച്ച് തറയിലിരുന്നാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പോൾ ഇവനായിട്ട് എന്തോ അടി ഉണ്ടാക്കിയിട്ട് എന്തോ ക്ലാഷ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇതിനകത്ത് കയറി പോകുന്നത്. അവനായിട്ട് വേറെ ആരുമായിട്ടോ. അപ്പം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇവൻ അവിടെ വന്നിരിക്കുന്നു, ആ സൈഡിൽ വന്നിരിക്കുന്നു. ഇവൻ പറയുന്നു എണ്ണിച്ച് വാങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോഴത്തേക്കും ഞാൻ മൈക്ക് ഇട്ടിട്ടുണ്ട്. എൻ്റെ കഴുത്തിൽ അപ്പോഴും മൈക്ക് കിടപ്പുണ്ട്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ ഇവൻ്റെ കൈ പിടിച്ച് ഞാൻ താഴെ നിന്നാണ് പൊങ്ങി എണ്ണിച്ച് വരുന്നത്. ക്ലിയർ ആയിട്ട് നോക്കിയാൽ മേ ബി മനസ്സിലാവുമായിരിക്കും. അതും ഇനിയിപ്പോൾ എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണോ? അപ്പം ഞാൻ എണ്ണിച്ച് വരികയാണ്. ഈ എണ്ണിച്ച് വരുന്നതിനെ ഞാൻ അതിനകത്ത് തുണി അഴിക്കുന്നു അല്ലെങ്കിൽ അതവന് കാണിച്ചു കൊടുക്കുന്നു. ഒരു മര്യാദ ഇല്ലാതാണ് പറയുന്നത്. ഒരു മര്യാദ ഇല്ലാതെ ഇത് കാണുന്ന ഇപ്പം ഞാൻ കൈ പിടിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്നതൊന്നും അല്ല എൻ്റെ വീട്ടുകാർ അത്രയും ഹേർട്ട് ചെയ്യുന്നത്. അവർ ചിന്തിക്കുമ്പോൾ ഈ പുറത്ത് ആൾക്കാരിങ്ങനെ പറയുകയാണ്. ഇവർക്ക് ഓൾറെഡി അറിയാം ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് ബോയ്സ് ആണ് ഫ്രണ്ട്സ് എന്നൊക്കെ ഇവർക്കറിയാം. പക്ഷെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിയില്ല. ഇവർക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഇപ്പം ആ കൊച്ചു ആ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് അത് കാണിച്ചു ഇത് കാണിച്ചു. എന്താണ് ഈ 10-70 ക്യാമറയ്ക്കകത്ത് നിന്ന് എന്ത് കാണിക്കാനാണ്? തലയ്ക്ക് ഓളം ഉണ്ടോ അല്ലെങ്കിൽ തലയ്ക്ക് ബോധമില്ലേ? അല്ലെങ്കിൽ ഓക്കെ ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറയും. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് ഞങ്ങൾ അവിടെ വെച്ച് വാഴിക്കുമോ? നമ്മൾ അങ്ങനെ ലാലേട്ടൻ എപ്പിസോഡിൽ അത് പറയാതിരിക്കുമോ? ഇതൊക്കെ ചെയ്യില്ലേ? പക്ഷെ ഇവരെന്താന്ന് വെച്ചാൽ അതൊരു ക്ലിപ്പ് ബൈറ്റ് ആയിട്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇവര് എന്താ പറഞ്ഞപ്പോഴാ മൈക്ക് ഇടുന്നില്ല എന്ന് പറയുന്ന സെക്ഷനിനകത്ത് ഇവരിത് ഇൻക്ലൂഡ് ചെയ്തു. അതവിടെ ചർച്ചയാവാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വേറൊന്നും പറഞ്ഞില്ല അവിടെ അതിനകത്ത് പറയുന്നത്. മൈക്ക് ഇടുന്നില്ല എന്നുള്ള ഇതിനകത്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കോ, ഞാൻ അതിനകത്ത് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കഴുത്തിൽ മൈക്കുണ്ട്. എൻ്റെ കഴുത്തിൽ മൈക്കുണ്ട്. പക്ഷെ അവർക്ക് ആ സാധനം എവിടെയെങ്കിലും കുത്തിക്കയറ്റണം എന്നുള്ളത് അവരുടെ ആവശ്യവുമാണ്. പിന്നെ ഈ ഫുൾ കാര്യം അറിയാതെ ഏതെങ്കിലും ഒരു ചെറിയ റീലോ എന്തെങ്കിലും അതിനകത്തൊരു വൃത്തിയായിട്ടൊരു BGM കൂടെ കുത്തിക്കയറ്റിയ സംഭവം കത്തുമല്ലോ. ഇതിനകത്തൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. വേറെ ഇതെന്താണ് ഈ ശാരീരികപരമായ അടുപ്പം എന്ന് പറയുന്നത്? എന്താണ് സൗഹൃദങ്ങളുടെ കാര്യം പറയുമ്പോൾ ഗബ്രി ആയിരുന്നല്ലോ ഏറ്റവും വലിയ സൗഹൃദം. ഇപ്പോഴും നിങ്ങൾ ഇത് തുടരുന്നുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമാണ്. ഗബ്രി ഒന്ന് ഫോണിൽ വിളിക്കാവോ? വിളിക്കാമല്ലോ. വീഡിയോ കോൾ ചെയ്യൂ. തുടരാതിരിക്കാൻ സൗഹൃദം തുടരാൻ കട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞില്ലല്ലോ. കിട്ടിയാൽ അറിഞ്ഞുണ്ട്. വാട്സാപ്പ് ഇല്ല, ഓൺലി ഇൻസ്റ്റാഗ്രാം.
ഇന്റർവ്യൂല ഹായ് എനിക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് ഞാൻ പറയാത്തനക്ക് എന്തൊരു നാച്ചുറൽ അഭിനയം. നീ എവിടെ ഇന്റർവ്യൂല് നിന്നെ ഒന്ന് അതെ. ഹായ് ഗബ്രി, രജനീഷാണ്. എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, അത് ഞാൻ ചോദിക്കുന്നതിനേക്കാളും ജാസ്മിൻ ചോദിക്കട്ടെ. ജാസ്മിൻ ആ ചോദ്യം ചോദിച്ചേ, എല്ലാവർക്കും എന്താണ് അറിയേണ്ടത്? നമ്മൾ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോന്ന്. പിന്നെ കോണ്ടാക്ട് ഇല്ലാതിരിക്കണം എന്തിനാ? അത്രേ ഉള്ളൂ, കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്നത് എന്തിനാ? ഗബ്രി, അവിടുന്ന് കിട്ടിയ ഏറ്റവും നല്ല സൗഹൃദങ്ങളിലൊന്നാണ് ജാസ്മിൻ എന്ന് പറയാം. പക്ഷേ ഒരു സാധനമുള്ളത്, ഈ ഗബ്രി പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഗബ്രി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പുറത്തേക്ക് വന്നതും ഒരു ഗെയിമാണെന്നാണ് പറഞ്ഞത്. ഞാൻ തോറ്റതല്ല, ഞാൻ പുറത്തേക്ക് വന്നത് ഒരു ഗെയിമാണ്. ഞാൻ ജാസ്മിനോട് ചോദിച്ചു, ശരിക്കും അങ്ങനെ ഒരു ഗെയിം കളിക്കാനുള്ള അത്രയും ബുദ്ധിമാനാണോ ഗബ്രി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അതെന്താ സത്യം? ഇല്ല, ഞാൻ അത് എടുത്ത് പറഞ്ഞ സമയത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ അകത്തുനിന്ന് എനിക്ക് വന്നിട്ടുള്ള വിഷമങ്ങളും ഗ്രഡ്ജസും ദേഷ്യങ്ങളും പരിഭവങ്ങളും എല്ലാം ഞാൻ അവിടെ ഉപേക്ഷിക്കുകയാണ്. എന്റെ ആ ഗെയിം ഞാൻ അവിടെ എല്ലാവരും എനിക്ക് ഒരുപോലെ സുഹൃത്തുക്കളും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും ഇഷ്ടമുള്ളവരായിരിക്കും എന്നാണ് ആ മറ്റേ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞത്. അത് മറ്റേ കുറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത ആളുകൾ വളച്ചൊടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് ബേസിക്കലി ഞാൻ പറഞ്ഞത്. സംഭവം നമുക്ക് അവിടെ വെച്ചിട്ട് നമ്മളെ എന്താ പറയാ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, കുറെ പേരായിട്ട് ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും അത് ഒരു ഗെയിമിന്റെ ഭാഗമാണ്. അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ റിയൽ വേൾഡിൽ അതൊന്നും നമ്മളെ എഫക്ട് ചെയ്യില്ല. പക്ഷെ ഇൻഫാക്ട് നമ്മുടെ സൗഹൃദങ്ങളും അവിടെ നിന്നുണ്ടായിട്ടുള്ള ബാക്കി എല്ലാ നല്ല നല്ല മെമ്മറീസും മൊമെന്റ്സും ആളുകളും എല്ലാവരും ഒരിക്കലും കൈവിടുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്നും ഗെയിമല്ല. ഇമോഷൻസ് ആർ ഓൾവേസ് റിയൽ, അത് ഗെയിം അല്ലല്ലോ. ഒരു കാര്യമുള്ളത്, ഈ അവസാന സമയത്ത് റീ എൻട്രി നടത്തുമ്പോൾ ഇമോഷണൽ ആവുന്ന ഒരു അവസ്ഥയിൽ റീ എൻട്രി നടത്തുന്ന സമയത്ത് റസ്മിൻ ഇടപെട്ടായിരുന്നു. ഗബ്രി മതി മതി എന്ന് പറഞ്ഞിട്ട് അത് ജാസ്മിനെതിരായിട്ടാണ് അത് വരുന്നതെന്നുള്ള അർത്ഥത്തിലാണ് റസ്മിൻ മനസ്സിലാക്കിയത്. ആ സമയത്ത് മനസ്സിൽ എന്തായിരുന്നു? കറക്റ്റ് ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നിൽക്കുന്നത്. റസ്മിനും അതേ ഉദ്ദേശമാണോ ഉള്ളത്. പക്ഷെ നിങ്ങൾ തമ്മിൽ ക്ലാഷ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്ലാഷ് വരുമ്പോൾ അതിനെ മൈൻഡ് ചെയ്യാതെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ഇല്ല, ഞാൻ തിരിച്ചു കയറുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം അറിയായിരുന്നു, ഞാൻ എന്ത് ചെയ്താലും ഐ എം ഗോയിങ് ടു ബി ക്രിട്ടിസൈസ്ഡ്. ഞാനിപ്പോ ജാസ്മിന്റെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിന്നാലും ജാസ്മിന്റെ ഒപ്പം നിന്നാലും സംസാരിച്ചാലും ഇല്ലെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ ചീത്ത പറയാനും നല്ലത് പറയാനും ആളുകൾ ഉണ്ടാവും. അപ്പൊ എന്റെ ആകെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് ഹെർ പ്രിപ്പയർഡ് ഫോർ വാട്ട്സ് ഔട്ട്സൈഡ്. പുറത്ത് വരുന്ന സമയത്ത് ഉണ്ടാവാൻ പോകുന്ന ഭൂകമ്പത്തിന് ഒരു ചെറിയൊരു എന്താ പറയാ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിലേക്ക് ഒന്ന് ഓക്കെ ആക്കി നേരെ നിർത്തുക എന്നുള്ളത് മാത്രമേ എന്റെ ലക്ഷ്യം. അതില് പിന്നെ ആരെന്ത് പറഞ്ഞാലും, ഇപ്പൊ അകത്തിരിക്കുന്ന സമയത്ത് രണ്ടാമത് കയറി ഗെയിം കളിച്ചവരുണ്ട്. വീടിന്റെ അകത്ത് വന്നതിന് ശേഷം ഞങ്ങൾക്കെതിരെ വീണ്ടും, അതായത് കണ്ടസ്റ്റൻസ് അല്ല, പുറത്തുനിന്ന് ഗസ്റ്റ് ആയിട്ട് വന്ന ആളുകൾ അകത്ത് നിന്ന് വർത്താനം പറഞ്ഞവരുണ്ട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഇരിക്കുമ്പോ തന്നെ. അപ്പൊ അതൊക്കെ എനിക്ക് ആക്ച്വലി ഭയങ്കര അണ്ടർ ദ ബെൽറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഞാൻ അത് ആദ്യമേ മൈൻഡ് ചെയ്യില്ലായിരുന്നു. കാരണം കേറുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം പുറത്തെന്താ നടക്കുന്നതെന്നും ആ ഒരു നെഗറ്റീവ് ഒരു മഴ കൊണ്ടിട്ടാണ് ഞാൻ കയറുന്നത്. അപ്പൊ എന്നെ അത് ബാധിക്കില്ലായിരുന്നു. പിന്നെ റസ്മിന്റെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് എനിക്കറിയാം. റസ്മിന് മനസ്സിലായില്ല ഞാൻ എന്താ ഉദ്ദേശിച്ചത്, ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് റസ്മിൻ മൊത്തത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ജാസ്മിനോട് സംസാരിക്കുന്നത് ടോട്ടൽ കോൺവെർസേഷൻസ് ആരും കേൾക്കുന്നില്ല. അപ്പൊ അവർക്ക് ഈ ബിറ്റ് ആൻഡ് പീസസ് കാണുന്ന സമയത്ത് വക്കും മൂല്യം കണ്ടിട്ട് അതിലൊരിക്കലും ഒരു എന്താ പറയാ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കോ ഒരു തീരുമാനത്തിലേക്കോ അവർക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അവർ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് റിയാക്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ മാനസികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിനോട് റിയാക്ട് ചെയ്യാൻ പോയില്ല. കാരണം ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറെ കൂടി നെഗറ്റീവ് ഫൈറ്റും ഇതിലേക്ക് വരും. രണ്ടാമത് പോയ സമയത്ത് നമ്മള് ഇവരെ ഹാപ്പിയാക്കി ഇവരെ ഓക്കെ ആക്കി നിൽക്കാനാണ് നമ്മൾ പോയതല്ല, അത് മത്സരിക്കാൻ പോയതല്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. നിങ്ങൾ ഈ ബൈക്കിൽ പോണ എന്തിനാ കാറിൽ പോക്കൂടെ? ബൈക്കിലോ? എനിക്ക് എന്റെ ബൈക്കൊന്നുമില്ല. എനിക്ക് ബൈക്ക് ഓടിക്കാനും വലിയ കാര്യമായിട്ട് അറിഞ്ഞൂടാ. റസ്മിന്റെ വണ്ടിയിൽ അവള് പോണേ, അത് എനിക്ക് പറയാനില്ല ഒന്നും. അത് ഓരോരുത്തരുടെ എന്താ പറയാ മനോഭാവമാണ്. എന്ത് വിറ്റാലാണോ കാശ് കിട്ടുന്നത് അത് ഏറ്റവും നെഗറ്റീവായിട്ട് വിറ്റാൽ ഇന്ന് കാശ് ഉണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കുള്ള ദൈവം കൊടുത്തോളും, എനിക്ക് പ്രശ്നമില്ല. അടിപൊളി. നിങ്ങളുടെ ഹാപ്പിനെസ് അങ്ങനെ തുടരുക, ഫ്രണ്ട്ഷിപ്പ് തുടരുക. ഓക്കെ, താങ്ക് യു. എനിക്ക് ഇഷ്ടമാണ് ചേട്ടൻ്റെ വേ ഓഫ് സ്പീക്കിംഗ്. നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന രീതിയും ആ ഒരു കംഫർട്ടബിൾ ഒരു റെസ്പെക്ടോടെ ചെയ്യുന്ന സാധനം എനിക്ക് ആക്ച്വലി പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ പറ്റട്ടെ അധികം വൈകാതെ തന്നെ. അപ്പൊ കാണാം. ഇപ്പോൾ ഒരു സമാധാനവും കൂടെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം ആൾക്കാർ ഇപ്പോൾ പുറത്തു നിന്ന് അതാണ് ഇതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് അവിടെ ഇപ്പം ഞങ്ങൾ കട്ട് ചെയ്യാണ്. ഇവരെ പേടിച്ച് കട്ട് ചെയ്യുമ്പോഴാണ് തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ്.
ഇപ്പൊ ഞങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ അപ്പൊ ഇവരെന്തോ ചെയ്തിട്ടല്ലേ ഇപ്പൊ മിണ്ടാതിരിക്കുന്നത് എന്നുള്ളൊരു സാധനം വരും. അതല്ലാതെ തന്നെ ഇപ്പൊ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അവൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ എന്തിനും അവനുമായിട്ടുള്ള സൗഹൃദം ഞാൻ വേണ്ടെന്ന് വെക്കണം? അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ആ സൗഹൃദം നല്ല രീതിയിൽ തന്നെ തുടരട്ടെ. ഇപ്പോൾ ആ റിലേഷൻ്റെ അവസ്ഥ എന്താണ്? ശരിക്കും നിങ്ങൾ കല്യാണം കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടോ? ഇപ്പൊ കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ്.